Vrinda. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Jai, Hare Krishna. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. അപ്പോ നമ്മുടെ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 17 മഹാപ്രഭുവിന്റെ യൗവന ലീലകൾ. അതിനകത്ത് ശ്ലോകം 258 ടു 58 വരെയാണ് നമ്മൾ ഇന്നലെ വായിച്ചു നിർത്തിയത്. നമ്മളൊരു ഡിസ്കഷന്റെ ഇടയിലായിരുന്നു. ആ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാന്നാണ് പ്രഭു ഇന്നലെ പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഗോപാൽ പ്രഭു. നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മുടെ ഏതോ സന്ദർഭത്തിൽ നമ്മുടെ അധികാരം, നമുക്ക് അധികാരമുണ്ടോ അങ്ങനെ പറയാൻ, എന്നൊക്കെയായിരുന്നു നമ്മുടെ ചർച്ച പോയിക്കൊണ്ടിരുന്നത് ഇന്നലെ. അതെ പ്രഭു. കേൾക്കുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? കേൾക്കാൻ ഒരു ഇത്തിരി വോളിയം കുറവ് പോലെ ഉണ്ട്. ഇപ്പോഴോ? എന്റെ ഫുൾ വെച്ച് നോക്കട്ടെ. ഉം. ഇപ്പോഴും ഓക്കെ. കേൾക്കാം. അതിലൊരു വോളിയം ക്ലാരിറ്റി ഉണ്ട്, വോളിയം ലെവൽ ഇത്തിരി കുറവ്. ഞാൻ ഫുൾ വോളിയം വെച്ചിട്ട് കുഴപ്പമില്ല, എല്ലാവർക്കും കേൾക്കാന്നുണ്ടെങ്കിൽ ഓക്കെ. ഓക്കെ, ഇപ്പൊ ഭേദമുണ്ടോ? ആ, വളരെ ക്ലിയർ. യെസ്. ഓക്കെ. സോ നമ്മൾ ഇന്നലെ എവിടം വെച്ചിട്ടായിരുന്നു? 247 മുതലാണ് വായിച്ചത്. അപ്പൊ നമുക്ക് അതെ അതെ. ജസ്റ്റ് മേ ബി വായിച്ചു പോവാം, നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. 247. ഒരു ദിവസം മഹാപ്രഭു തന്റെ ഗൃഹത്തിൽ ഗോപീഭാവത്തിൽ ഇരിക്കുകയായിരുന്നു. വിരഹത്താൽ വിഷണ്ണനായ അവിടുന്ന് എന്ന് മാറ്റിയിട്ടുണ്ട്. ഗോപി ഗോപി എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. 248. അവിടുന്ന് ദർശിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥി അവിടുന്ന് ഗോപി ഗോപി എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അമ്പരന്നു. അതിനാൽ അവൻ ഇപ്രകാരം പറഞ്ഞു: മഹനീയമായ കൃഷ്ണനാമം ജപിക്കുന്നതിന് പകരം അവിടുന്ന് എന്നുള്ളത് അങ്ങ് എന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങ് എന്തിനാണ് ഗോപി ഗോപി എന്ന് ജപിക്കുന്നത്? അത്തരം ജപം കൊണ്ട് എന്ത് പുണ്യമാണ് ലഭിക്കുക? സോ അതിൽ പ്രഭുപാദ്, നമ്മൾ ഇന്നലെ അധികാരത്തെ കുറിച്ച് സംസാരിച്ചു അല്ലെ? ആർക്കാണ് എന്ത് പറയാനുള്ള യോഗ്യത എന്നുള്ളത്. ഇപ്പൊ രണ്ടുപേര് തമ്മിലുള്ള ഒരു ബന്ധം, അത് രണ്ട് ഭക്തന്മാർ തമ്മിലാവാം, അല്ലെങ്കിൽ ഭക്തനും ആധ്യാത്മിക ഗുരുവും തമ്മിലാവാം, അല്ലെങ്കിൽ ഭക്തനും ഭഗവാനും തമ്മിലാവാം, ആരെങ്കിലും ആവട്ടെ. അപ്പൊ അതിനെ എങ്ങനെയായിരിക്കണം ആ ബന്ധം, അല്ലെങ്കിൽ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് സംസാരിക്കാം, എന്ത് പ്രവർത്തിക്കാം, എന്ത് പാടില്ല എന്നുള്ളത് അതിനെ നിരൂപിക്കുന്നതാണ് അധികാരം എന്ന് പറയുന്ന ഒരു ടേം അല്ലെ? അധികാരം എന്ന പദം അതിനാണ് ഉപയോഗിക്കുന്നത്. പൊതുവെ 3 ലെവൽ അധികാരത്തെ കുറിച്ച് പറയാറുണ്ട്: കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി. റൈറ്റ്? ഒരു തിയറിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു 3 ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. കനിഷ്ഠ എന്ന് പറയുമ്പോൾ ഒരു നവഭക്തനാണ്. അവർക്ക് അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഉപദേശാമൃതം എടുത്തു നോക്കിയാല് അതില് ഭാഗവതത്തിനെ, ശ്രീമദ് ഭാഗവതം 11-ാം സ്കന്ധം കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ പറയുന്നുണ്ട് എന്താണ്? കനിഷ്ഠാധികാരിയുടെ അർച്ചായാമേവ ഹരയെ പൂജായാം യത് ശ്രദ്ധയേഹത്തെ നതത് ഭക്തേഷു ചാന്യേഷു സഭക്ത പ്രാകൃത സ്മൃത എന്ന് പറഞ്ഞൊരു ഉപദേശാമൃതത്തില് കോട്ട് ചെയ്യപ്പെടുന്ന ഒരു ഭാഗവതം ശ്ലോകമുണ്ട്. അതായത് ഒരു പുതിയ ഭക്തന് ഭഗവാനിൽ വിശ്വാസമുണ്ട്, ഭഗവാന്റെ ഭക്തിയിൽ വിശ്വാസമുണ്ട്. പക്ഷെ ഭക്തന്മാരോട് എങ്ങനെ പെരുമാറണം, ഇനി മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് അറിയില്ല അല്ലെ?
അറിയില്ലെന്ന് മാത്രമല്ല, അറിയാമെന്ന് വിചാരിക്കുകയും ചെയ്യും. റൈറ്റ്? അവിടെയാണ് പ്രശ്നം. ഇവിടെ മഹാപ്രഭുവിന്റെ ശിഷ്യൻ ചെയ്യുന്നത് പോലെ. Right. അറിയില്ലെന്നുള്ളത് അറിയില്ല. അപ്പോ അറിയാമെന്ന് വിചാരിച്ച് മഹാപ്രഭുവിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഒരു ക്ലാസ്സിൽ കേട്ടതാണ്, ഐ തിങ്ക് ഗൗരാംഗ പ്രഭുവിന്റെ ക്ലാസ് ആണെന്ന് തോന്നുന്നു. ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ ദാസാനുദാസായിരിക്കും. പിന്നെ കുറച്ചുകൂടെ സീനിയർ ആവുന്ന സമയത്ത് നമ്മൾ ദാസാവും. ഇനിഷ്യേഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രഭു ആവും. കുറച്ച് കഴിഞ്ഞാൽ മഹാപ്രഭുവും എനിക്ക് സമം എന്ന് പറഞ്ഞ് വിചാരിക്കും. സോ ഇതൊരു ഇതൊരു കാര്യമാണ്. പക്ഷെ മധ്യമാധികാരി എന്ന് പറയുന്ന സമയത്ത് അതിലെന്താണ് പറയുന്നത്? വാസ്തവത്തിൽ ഇത് ഉപദേശാമൃതം വെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ് അടുത്ത ശ്ലോകം? ഈശ്വരേ തത് അധീനേഷു ബാലിശേഷു ദ്വിഷത്സു ച പ്രേമ മൈത്രി കൃപോപേക്ഷ യക്കരോതി സമധ്യമഃ എന്ന് പറയുന്നുണ്ട്. ഈശ്വരൻ, നാല് വ്യക്തിത്വങ്ങളെ കുറിച്ച് ഒരു മധ്യമാധികാരിക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് ഈശ്വരൻ, ഭഗവാനെ അറിയാം. പിന്നെ തദ് അധീനേഷു, ഭഗവാൻ അധീനത്വത്തിലിരിക്കുന്ന ഭക്തന്മാരെ കുറിച്ച് അറിയാം. പിന്നെ ബാലിശേഷു എന്ന് വെച്ചാല് നിഷ്കളങ്കരായ, അറിവില്ലായ്മയുള്ള പക്ഷേ എന്താണ്, ഒരു വിദ്വേഷഭാവമൊന്നും ഇല്ലാത്ത നിഷ്കളങ്കരായ പൊതുജനങ്ങൾ ഉണ്ടാവാം, ഇല്ലേ? ചിലപ്പോൾ നമ്മുടെ പല ബന്ധുക്കളും അല്ലെങ്കിൽ അയൽപക്കക്കാരും അങ്ങനെ ഒരു ഗ്രൂപ്പിൽ പെടാം, അല്ലെ? ബാലിശേഷു. പിന്നെ ദ്വിഷത്സുച, ഭഗവാനോട് വിദ്വേഷമുള്ള അസുര സ്വഭാവമുള്ളവര്. ഈ 4 പേരോടും എങ്ങനെ പെരുമാറണമെന്ന് ആർക്കറിയാം? ഒരു മധ്യമാധികാരിക്കറിയാം, അല്ലെ? ഭഗവാനോട് പ്രേമം, ഭക്തന്മാരോട് മൈത്രി, പിന്നെ നിഷ്കളങ്കരായ ജനങ്ങളോട് കൃപ, വിദ്വേഷമുള്ളവരോട് ഉപേക്ഷ, അവരോടൊരു ഉപേക്ഷാഭാവം കൈക്കൊള്ളുക. ഇതൊക്കെയാണ് മധ്യമാധികാരിയുടെ ലക്ഷണങ്ങൾ. പിന്നെ ഉത്തമാധികാരി ഓഫ് കോഴ്സ് ടോട്ടലി ഡിഫറെന്റ് ലെവൽ. അപ്പൊ ഇത് ജനറൽ ക്ലാസിഫിക്കേഷൻ, അല്ലെ? 3 തരത്തിലുള്ള അധികാരികളുണ്ട്, അല്ലെങ്കിൽ അധികാരത്തിന്റെ 3 തട്ടുകളുണ്ട്. എന്നിരുന്നാലും അത് മാത്രമല്ല, 2 വ്യക്തികൾ തമ്മിലുള്ള പല വിഷയങ്ങളും നമ്മൾ കണക്കിലെടുക്കണം എന്ന് ഇന്നലെ പറഞ്ഞു, അല്ലെ? നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത്, ആരോടാണോ ഡീൽ ചെയ്യുന്നത്, ആ ഭക്തന്റെ പ്രായം, വേറെന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇന്നലെ? ഒരു സ്ഥാനം, ജ്ഞാനം, അറിവ്, പിന്നെ ആത്മീയ പുരോഗതി, അടുപ്പം, ഉം അവർ ചെയ്യുന്ന സേവനം, അവര് ചെയ്യുന്ന നമ്മൾക്ക് ഓർക്കും തമ്മിലുള്ള അടുപ്പം, സാമൂഹിക മര്യാദ, സർക്കംസ്റ്റാൻസസ്, സമയം, സ്ഥലം. അതെ. സരോജി മാതാജി എന്താ പറയാൻ വന്നത്? ഇത് തന്നെയാണോ? അല്ല, ക്ലോസ്നെസ്, അവരോടുള്ള അടുപ്പം, എത്ര അടുപ്പുണ്ട്. അതെ. സോ അക്സെപ്റ്റൻസ്, നമ്മൾ പറയുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ആലോചിക്കണമല്ലോ, ആര് തന്നെയാണെങ്കിലും. അതെ, അതാണ് ഫാക്ടേഴ്സ് ഒക്കെയാണ് നമ്മുടെ ഒരു അടുപ്പവും, അതുപോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ആ വ്യക്തിയുടെ പക്വത. അല്ല, ഭഗവത്ഗീതയില് കൃഷ്ണൻ പോലും അർജുൻ കേൾക്കാൻ ഒരു ശിഷ്യസ്തേഹം പറഞ്ഞതിന് ശേഷമാണ് ഉപദേശിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഉപദേശിച്ചില്ല. അപ്പം നമ്മൾ ഉപദേശിക്കുന്ന ആള് നമ്മളുടെ ഉപദേശം കേൾക്കാൻ തയ്യാറാണോ അല്ലയോ എന്നോ അവരുടെ മനോഭാവം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. യെസ്, റൈറ്റ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണക്കിലെടുത്തിട്ട് വേണം ആ ബന്ധത്തെ എന്ന് വെച്ചാൽ, എന്നിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പൊ ഇവിടെ ഈ ശിഷ്യൻ ചെയ്തത് എന്താ പറയാ, അതൊരു അതിരുകടന്നു പോയി, അല്ലെ?
ലാസ്റ്റിന് മുൻപത്തെ 249 ലാസ്റ്റിന് മുൻപത്തെ സെന്റൻസ് ഉണ്ടല്ലോ, അവന് അത്തരം അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ ഗ്രഹിക്കാൻ വൈദഗ്ധ്യമില്ലാതിരുന്നതിനാൽ അവന്റെ ചോദ്യം അനാവശ്യമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇംഗ്ലീഷിൽ ഇംപ്യൂഡന്റ് എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇംപ്യൂഡന്റ് അനാവശ്യമല്ല. ഇംപ്യൂഡന്റ് എന്ന് വെച്ചാൽ ഒരു ധാർഷ്ട്യം എന്ന് പറയുമല്ലോ അല്ലെ, അത് നിറഞ്ഞതായിരുന്നു. ഒരു BBT കറക്ഷൻ ചെയ്യേണ്ടതുണ്ട്. സോ ഒരു സൈഡിൽ ഇങ്ങനെ ഇദ്ദേഹം പറയുന്നു. നമ്മൾ കുറച്ച് ശ്ലോകങ്ങൾ മുൻപോട്ട് പോയാൽ പ്രീവിയസ് ഞാൻ പറയാം, നമ്പർ പറയാം, 233 234 ആരെങ്കിലും ഒന്ന് വായിക്കാമോ അതിന്റെ ട്രാൻസ്ലേഷൻ? കുറച്ചു മുമ്പ് നമ്മൾ വായിച്ചു പോയ ശ്ലോകങ്ങളാണ്. അത് വായിക്കുമ്പോൾ ഒരു ടോട്ടലി ഡിഫറെന്റ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. ആരെങ്കിലും 233 234 233 ശ്ലോകം 233 आवेश आवेशे दे श्रीवासे प्रभु वंशी मंगीला श्रीवास काहे वंशी तमारा गोपी हरिनीला. വിവർത്തനം ശ്രീല പ്രഭാത്ജി. പ്രേമാവേശത്തിൽ മഹാപ്രഭു ശ്രീവാസനോട് തന്റെ ഓടക്കുഴൽ നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ശ്രീവാസൻ മറുപടി പറഞ്ഞു, അങ്ങയുടെ ഓടക്കുഴൽ ഗോപികമാർ അപഹരിച്ചു കൊണ്ടുപോയി. ശ്ലോകം 234 ശുനി പ്രഭു ബല ബല ബലേന ആവേശേ ശ്രീവാസ വർണ്ണേന വൃന്ദാവന ലീലാരസേ. വിവർത്തനം. ഈ മറുപടി കേട്ട മഹാപ്രഭു പ്രേമാവേശത്തിൽ പറഞ്ഞു, പറയൂ പറയൂ. അപ്രകാരം ശ്രീവാസൻ വൃന്ദാവന ലീലകളുടെ അതീന്ദ്രിയ രസങ്ങൾ വർണ്ണിച്ചു. യെസ്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രേമാവേശത്തില് മഹാപ്രഭു ശ്രീവാസിനോട് ഓടക്കുഴൽ നൽകാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അതിന് ശ്രീവാസ് ഠാക്കൂർ ഒരു വ്യംഗ്യമായ ഒരു മറുപടിയാണ് കൊടുക്കുന്നത്, അല്ലെ? ഒരു രസകരമായ ആ ഒരു രസത്തിൽ കൂടി ചേർന്നിട്ടുള്ള ഒരു ടാക്ടിക്കലായിട്ടൊരു മറുപടിയാണ് അവിടെ ശ്രീവാസ് ഠാക്കൂർ കൊടുക്കുന്നത്, അല്ലെ? പക്ഷേ ഇത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു അരോചകത്വം തോന്നുന്നുണ്ടോ? ചോദ്യം ഇല്ല. മനസ്സിലായോ? ആ ഇല്ല ഇവിടെ ഒരു അരോചകത്വം തോന്നുന്നില്ല, അല്ലെ? ഇല്ല ഇല്ല. ഇപ്പോ ഈ 249 ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് അരോചകത്വം തോന്നുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ എന്താണ് അതിലത്തെ വ്യത്യാസം? ആ ബന്ധം. അതെ, അല്ലേ? ധാർഷ്ട്യം. അതൊരു കാര്യം. ധാർഷ്ട്യം. ധാർഷ്ട്യം അതൊരു കാര്യം. ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം. ആ റിലേഷൻഷിപ്പ്, ഇത് ആരാണിത് പറയുന്നത്? മഹാപ്രഭുവിനോട് ശ്രീവാസ് ഠാക്കൂറാണ് പറയുന്നത്, അല്ലെ? അവര് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പില് അങ്ങനെ പറയാനും, ചിലപ്പോ നിത്യാനന്ദ പ്രഭു അദ്വൈതാചാര്യ ഇനി മധ്യലീലയിൽ പോകുമ്പോൾ പുരിയിൽ വെച്ചിട്ട് ചില പാസ്റ്റ് ടൈംസിൽ മഹാപ്രഭുവിനെ കളിയാക്കുന്ന രീതിയിൽ പോലും ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. പക്ഷെ അത് അവിടെ അരോചകമല്ല. എന്തുകൊണ്ട്? ആ ബന്ധത്തിന് അത്രയും ആഴമുണ്ട്, റൈറ്റ്? പക്ഷെ അതേസമയം ഇവിടെ ഒരു ശിഷ്യൻ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ജപിക്കുന്നത്, അതുകൊണ്ട് എന്ത് പുണ്യമാണ് ലഭിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും എക്സാക്ട്ലി ജഗദാനന്ദ പണ്ഡിറ്റും മഹാപ്രഭുവും തമ്മിലുള്ള ആ ഒരു ലീലയും വരുന്നുണ്ട്, റൈറ്റ്? അവിടെ അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് പാസ് ടൈമാണ്. ജഗദാനന്ദ പണ്ഡിറ്റ് ചൈതന്യ മഹാപ്രഭുവിന് വേണ്ടി ബംഗാളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ചന്ദനം കൊണ്ടുവരുന്നതും ചന്ദന കുഴമ്പ് തൈലം കൊണ്ടുവരുന്നതും അതിനെ ചൊല്ലിയിട്ട് ഒരു വലിയൊരു ലീല തന്നെയുണ്ട്. അപ്പോ ജഗദാനന്ദ പണ്ഡിറ്റ് മഹാപ്രഭുവിനോട് ദേഷ്യപ്പെട്ട് വാതിലടച്ചകത്തിരിക്കും, റൈറ്റ്? ആൻഡ് മഹാപ്രഭു ക്ഷമ ചോദിച്ച് പോയി അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ ഇവിടെ അദ്വൈതാചാര്യനും നിത്യാനന്ദ പ്രഭുവും തമ്മിലുള്ള ഒരു ലീലയുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, നിന്ദിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ ഒരു നിന്ദയില്
നിന്ദ എന്ത് തോന്നുന്നു അതിൽ അവര് ആനന്ദിക്കും. അപ്പൊ ഇതൊക്കെ ഭക്തിയുടെ ഭാഗം തന്നെയാണ്. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, ഇതൊക്കെ വേണം. പക്ഷെ എല്ലാം നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ, നമ്മുടെ അധികാരത്തിനനുസരിച്ച് അധികാര പരിധിക്കകത്ത് നടന്നു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും, അല്ലെങ്കിൽ അത് നന്നായിരിക്കില്ല. അപ്പൊ എന്താണ് അധികാരം, എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്. അത് നമുക്ക് ഇന്നതേ പാടുള്ളൂ, ഇന്നത് പാടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഭക്തിയിലൊരു ഒരാളുടെ പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നിരുന്നാലും നമുക്ക് പല സന്ദർഭങ്ങളും പല ലീലകളും പല ശാസ്ത്രങ്ങളിലുള്ള ഉദാഹരണങ്ങൾ കേട്ട് നമുക്ക് ഏകദേശം നമുക്ക് അതിലേക്ക് ഒരു ധാരണയെ നമുക്ക് കിട്ടും എന്നുള്ളതും ശരിയാണ്. മനസ്സിലാവുന്നുണ്ടോ? നോട്ട് എക്സാക്ട്ലി ഇത് പാടുള്ളൂ ഇത് പാടില്ല എന്ന് പറയാൻ പറ്റില്ല. സോ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു ആധ്യാത്മിക ഗുരു പറയുന്നത് നമുക്ക് നോ പറയാൻ പറയുന്നത് അലൗഡ് ആണോ? ഗുരു ഇത് ചെയ്യൂന്ന് പറയുന്നു, ഞങ്ങളിത് ഇല്ല എന്ന് പറയുന്നു. പാടില്ല, ഏ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല അല്ലേ? പക്ഷേ പ്രഭുപാദിന്റെ ലാസ്റ്റ് ഡേയ്സിൽ പ്രഭുപാദിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രഭുപാദ് പ്രാക്ടിക്കലി ഭീഷ്മദേവരെ പോലെ ആയി എന്നാണ് പറയുന്നത്. പ്രഭുപാദിന്റെ ശരീരത്തില് വാസ്തവത്തില് എന്താണ്, സ്കിൻ ആൻഡ് ബോൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ചർമ്മവും എല്ലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് ഈ മാംസം, മജ്ജ എന്ന് പറയുന്ന സാധനം, മസിൽ എന്ന് പറയുന്ന സാധനം തന്നെ ശോഷിച്ച് ഇല്ലാതെയായി. അപ്പൊ അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള വേദനാജനകമായ ഒരു അവസ്ഥയാണ്. കാരണം ഈ ചർമ്മത്തിനും എല്ലുകൾക്കും ഇടയ്ക്ക് ഞരമ്പുണ്ട് അല്ലെ? ആ ഞരമ്പുകളെ വേദനിപ്പിക്കാതെ വെക്കുന്നത് ആക്ച്വലി ഒരു മസിൽ ഉള്ളതുകൊണ്ടാണ്. മസിലിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഞരമ്പുകൾക്ക് വേദന എടുക്കാതെ ഒരു കുഷൻ പോലെ ആക്ട് ചെയ്യും. പക്ഷെ ശരീരം ശോഷിച്ചു വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ മജ്ജ ഇല്ലാതെയായി ഈ സ്കിന്ന് ടൈറ്റ് ആവും. മനസ്സിലായോ? അപ്പൊ അത് എല്ലിലേക്ക് ടൈറ്റായിട്ട് ഒട്ടിപ്പിടിക്കും. ഇതിനിടയ്ക്ക് ഞരമ്പുണ്ടാവും. അപ്പൊ വേദന ഉണ്ടാവുമോ? ഫുൾ വേദന. നല്ല വേദന. സോ പ്രഭുപാദ് ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആ അവസ്ഥയിലിരുന്ന് പ്രഭുപാദ് ഈ പ്രസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ചും ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പ്രഭുപാദിന് ഒരു ആഗ്രഹം. എന്തായാലും ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ്. ഗോവർദ്ധനത്തിന് ചുറ്റി എനിക്കൊരു ഗോവർദ്ധന പരിക്രമ നടത്തണം. അതിനെനിക്കൊരു കാളവണ്ടി, ലോക്നാഥ് മഹാരാജിന്റെ പദയാത്രയെ കുറിച്ച് കേട്ടു. പ്രഭുപാദിന് വളരെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ കാളവണ്ടിയിൽ കയറി ഗോവർദ്ധന പരിക്രമ ചെയ്യണം. പ്രഭുപാദ് ഒരു ആജ്ഞ, ദിസ് ഇസ് മൈ ഡിസയർ എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പോ ചില ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവരെല്ലാവരും കൂടി പറഞ്ഞു, പ്രഭുപാദിന്റെ ആഗ്രഹമാണ്, സ്പിരിച്വൽ മാസ്റ്ററിന്റെ ഡിസയർ ആണ്, നമ്മൾ തീർച്ചയായിട്ടും നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ മറ്റു ചില ശിഷ്യന്മാര്, കുറച്ചുകൂടി അടുപ്പമുള്ള ശിഷ്യന്മാര് പ്രഭുപാദുമായിട്ട്, എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? ഫസ്റ്റ് പേഴ്സണാലിറ്റി ക്ലോസസ്റ്റ് ടു പ്രഭുപാദ്, തമാൽ കൃഷ്ണ മഹാരാജ്. തമാൽ കൃഷ്ണ ഗോസ്വാമി, റൈറ്റ്? ഹു എൽസ്? സോ തമാൽ കൃഷ്ണ മഹാരാജ് ആദിയായുള്ള മറ്റ് ചില വളരെ ക്ലോസ് ആയിട്ടുള്ള ഭക്തന്മാരെല്ലാവരും ചേർന്ന് അവരാലോചിച്ചു, ഇല്ല, പ്രഭുപാദ് ഈ ഒരു അവസ്ഥയില് ഗോവർദ്ധന പരിക്രമത്തിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഇത് താങ്ങാൻ സാധിക്കില്ല. നമ്മൾ പ്രഭുപാദിനെ ജീവനോടെ മരണത്തിന് കൊടുക്കുന്നതിന് തുല്യമാണ് അത്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞങ്ങളിത് സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ തീരുമാനിച്ച് ലാസ്റ്റ് പ്രഭുപാദിന്റെ അടുത്ത് വന്ന സമയത്ത് രണ്ട് വിഭാഗം ഭക്തന്മാരായി. ഒന്ന് ഗുരു പറയുന്നത് അനുസരിക്കണം എന്നുള്ള ഒരു ഭക്തന്മാര്, മറ്റൊരു വിഭാഗം ഇല്ല, ഈ സന്ദർഭത്തില് പ്രഭുപാദ് പറഞ്ഞാലും ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരു എന്താ പറയാ, ഒരു അഭിപ്രായ വ്യത്യാസം എന്നുള്ള നിലയിലായി. അവസാനം ഇത് പ്രഭുപാദിന്റെ മുന്നിൽ വന്നു. പ്രഭുപാദ് രണ്ടു വശവും കേട്ടു. അത് കഴിഞ്ഞ് ലാസ്റ്റ് പ്രഭുപാദ് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോ തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു, പ്രഭുപാദ് യു ആർ നോട്ട് ഗോയിങ് എന്ന് പറഞ്ഞു, താങ്കൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ പ്രഭുപാദ് പറഞ്ഞു, യെസ് ഐ വിൽ ഫോളോ യു, ഐ വിൽ ഫോളോ യുവർ ഡിസയർ എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദിന്റെ തീരുമാനം മാറ്റി.
മനസ്സിലായില്ലേ? എന്നിട്ട് പ്രഭുപാദിന്റെ ഗോഡ് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, അവരോട് പറഞ്ഞു, ജസ്റ്റ് സീ ഹൗ മച്ച് മൈ ഡിസൈപ്പിൾസ് ലവ് മീ എന്ന് പറഞ്ഞു. ശ്രീല പ്രഭുപാദ് കി ജയ്. ജയ്. സോ ഭക്തിസിദ്ധാന്തൻ ഗൗർ കിഷോർ ദാസ് ബാബാജി മഹാരാജ് സിമിലർ ഒരു സ്റ്റോറി. സിമിലർ സ്റ്റോറി, എക്സാക്ട്ലി. ദാറ്റ് ഡ്രാഗിങ് ദി ബോഡി, ദിസ് തിങ്. യാ, അത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ റിമെമ്പർ ദാറ്റ് ഓൾസോ. സോ ഇതാണ് പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മള് പ്രഭുപാദിനോട് അടുപ്പം കൂടുതൽ ഉണ്ടായിരുന്ന ഭക്തന്മാർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് ഗുരുവിന്റെ ആജ്ഞ പാലിക്കില്ല എന്നുള്ള പറയുന്ന ആ ഒരു രീതിയിലുള്ള അരോചകത്വം അവിടെ വരുന്നില്ല. റൈറ്റ്? എന്തായാലും ഇതൊന്ന് മുന്നോട്ട് പോവാം, എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. 250 പറയുന്നു, വിഡ്ഢിയായ വിദ്യാർത്ഥി പറഞ്ഞത് കേട്ട് മഹാപ്രഭു അത്യന്തം ക്രുദ്ധനായി തീരുകയും കൃഷ്ണനെ, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ പല വിധത്തിൽ ഭർസിക്കുകയും ഭഗവാനെ കുറ്റം പറയുന്നു. കാരണം ഈ ശിഷ്യൻ കൃഷ്ണന്റെ സൈഡ് ചേർന്ന് സംസാരിച്ചു. എന്തിനാ ഗോപി ഗോപി എന്ന് ജപിക്കുന്നത്, കൃഷ്ണന്റെ നാമം ജപിച്ചാൽ പോരെ എന്ന് പറഞ്ഞ സമയത്ത് മഹാപ്രഭു ഗോപികമാരുടെ ഭാവത്തിലായതുകൊണ്ട് കൃഷ്ണനെ പഴിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നു. അപ്പൊ അതും അരോചകമല്ല, അല്ലെ? ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു, പ്രത്യേകിച്ചും ശ്രീമതി രാധാറാണി കൃഷ്ണനെ പല വിധത്തിൽ പഴിച്ചതായി ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത്തരം കുറ്റപ്പെടുത്തൽ സ്നേഹാധിക്യം പ്രതിഫലിപ്പിക്കുന്നതാണ്. ഒരു സാധാരണ മനുഷ്യൻ അത് മനസ്സിലാക്കാൻ ആവില്ല. സോ പിന്നെ പറയുന്നു, മഹാപ്രഭുവിന്റെ കോപം കണ്ട് ഒരു സാധാരണ നാസ്തിക എന്നൊരു വാക്ക് അവിടെ വരണം. സ്മാർത്ഥ ബ്രാഹ്മണനായിരുന്ന വിദ്യാർത്ഥി അവിടുന്ന് തെറ്റായി വിലയിരുത്തി. അപ്പോ ഈ ഒരു മൂഡ് അറിയാത്ത, ഈ ഒരു റിലേഷൻഷിപ്പ് അറിയാതെ പുറമേ നിന്ന് വിലയിരുത്തുമ്പോൾ നമ്മളെപ്പോഴും തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വൈഷ്ണവന്മാർ തമ്മിലുള്ള ബന്ധത്തെ ശരിക്കും മനസ്സിലാക്കാതെ പുറമേ നിന്ന് ജഡ്ജ് ചെയ്യുന്നത് ഒരിക്കലും നല്ലതിനല്ല. റൈറ്റ്? എടുത്തു ചാടി നമ്മൾ തീരുമാനങ്ങളിലേക്ക് എത്തരുത്, അത് നല്ലതല്ല. അതുകൊണ്ട് ഇതിങ്ങനെയാണ് എന്ന് വെച്ചാല്, വാസ്തവത്തില് ആ ഒരു ബന്ധം കാരണമുള്ള ഒരു അധികാരം കിട്ടാതെ ഉള്ളൊരവസ്ഥയിൽ, അധികാരം വരാത്തൊരവസ്ഥയിൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മള് എന്തോ നമുക്ക് വലിയ ബന്ധം ഉണ്ടെന്നുള്ള രീതിയിൽ അതിനെ കാഷ്വലായിട്ട് എടുത്താൽ അതും അരോചകമാകും. ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഉറപ്പായിട്ടും അത് വളരെ. യെസ് പ്രഭു. ഇനി ഇതിന്റെ മറ്റേ വശമുണ്ട്. അതായത് വാസ്തവത്തില് വളരെ ആഴത്തിലുള്ള, എന്താ പറയാ, ഒരു പ്യുവർ ആയിട്ടുള്ള ബന്ധം ഉള്ള ഭക്തന്മാര് തമ്മിൽ, അല്ലെങ്കിൽ ആ ഭക്തനും ഭഗവാനും തമ്മിലൊക്കെ അവിടെ ഒരു ഫോർമാലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചു. നേരെ തിരിച്ച് അവിടെ ഒരു ഫോർമാലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതും അരോചകമാവും. ഇല്ലേ? യശോദമായി എന്താണ്, ശ്രീകൃഷ്ണ ഭഗവാൻ വാ തുറക്കാൻ പറഞ്ഞ് പ്രപഞ്ചം മുഴുവൻ കാണിച്ച സമയത്ത് ഒരു നിമിഷം യശോദമായി ഇതൊക്കെ കണ്ട സമയത്ത്, ഈ സൃഷ്ടിയും ഇതെല്ലാം കണ്ട സമയത്ത് കൃഷ്ണനോടുള്ള ബന്ധത്തിൽ എന്ത് സംഭവിച്ചു? ഒരു ഫോർമാലിറ്റി വരുന്ന രീതിയിൽ ഒരു നിമിഷത്തേക്ക് അങ്ങനെ ഒരു, എന്താ പറയാ, ഒരു വാക്കുണ്ടല്ലോ അതിന്, ഐശ്വര്യയുക്ത എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഭഗവാന്റെ ഐശ്വര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഭഗവാനോടുള്ളൊരു ഭാവമായിട്ട് യശോദമായിക്ക് ഒരു നിമിഷം, എന്താ പറയുക, അതൊരു ലീലയുടെ ഭാഗമായിട്ട് അങ്ങനെ വന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? അത് ഭഗവാനും ഇഷ്ടപ്പെട്ടില്ല, യശോദമായിക്കും ഇഷ്ടപ്പെട്ടില്ല. ഉടനെ തന്നെ ആ ഭാവം മാറിയിട്ട് വീണ്ടും ഐശ്വര്യ ശിഥില എന്ന് പറയും. അതായത് ഭഗവാന്റെ ഐശ്വര്യഭാവമൊക്കെ മറന്ന് കൃഷ്ണൻ എൻ്റെ മകനാണെന്ന് പറയുന്ന ഭാവത്തിലേക്ക് തിരിച്ച് യശോദമായി വരികയും ചെയ്തു. റൈറ്റ്? സോ വാസ്തവത്തിൽ അധികാരം ഒരു ഭഗവാനോട് അടുക്കാനോ ഭക്തന്മാരോട് അടുപ്പമുള്ള അധികാരം ലഭിച്ച ശേഷം
ഒരു ഔദ്യോഗികത അരോചകമാണ്. അതേപോലെ തന്നെ അതൊന്നും ഇല്ലാതെ എവിടെയോ ബദ്ധാത്മാവായിട്ടിരിക്കുന്നു, ഭഗവാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അങ്ങനെ ഒരു ബന്ധമില്ലാത്തൊരവസ്ഥയിൽ എന്തോ എനിക്ക് അധികാരം ഉണ്ടെന്ന് കാണിച്ച് ഇടിച്ചു കയറുന്ന ഒരു സ്വഭാവം ഇവിടെ ഈ ശിഷ്യന്റെ കാര്യത്തിൽ കാണിക്കുന്ന പോലെ അതും അരോചകമായിരിക്കും, ഇല്ലേ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും? ഇടിച്ചു കയറുന്ന സ്വഭാവം പല പ്രാക്ടിക്കലായിട്ട് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. നമ്മളും ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. അതെ. നമ്മൾ മീൻസ് ഞാനും ചെയ്തിട്ടുണ്ട്. ഗുരു മഹാരാജിനെ കാണാനുള്ള ഒരു ആവേശത്തില് എന്ത് ചെയ്തിട്ടുണ്ട്? ഗുരു മഹാരാജിനെ കാണാനുള്ള ഒരു ആവേശത്തില് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളൊരു എക്സ്പീരിയൻസ് ഡിവോട്ടി ആണ് എന്നുള്ള നിലയ്ക്ക് മുമ്പോട്ട് പോയി. പക്ഷെ അവിടെ ഒരു അതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. അതല്ല ഇവിടെ പറയുന്നത്. അതെ, അതൊരു പ്രാക്ടിക്കലായിട്ടൊരു സംഭവമാണ് എന്തായാലും. ഉം. ഞാൻ So, ചെയ്തിട്ടുണ്ട്. ഉം, ഞാൻ ചെയ്തിട്ടുണ്ട്. തമാൽ കൃഷ്ണ മഹാരാജനെ കാണാൻ വേണ്ടിയിട്ട് മഹാരാജ് കൽക്കട്ടയിൽ വരുന്നു എന്ന് കേട്ടിട്ട് അപ്പൊ അവിടുത്തെ ടെമ്പിൾ പ്രസിഡന്റ് മഹാരാജിന്റെ റൂം ക്ലീൻ ചെയ്യാനുള്ള പെർമിഷൻ തന്നു. അപ്പൊ അവിടെ മഹാരാജിന്റെ കൂടെ എപ്പോഴും കുറെ ബോയ്സ് കാണും. ഞാനന്ന് യങ് ആണ്, ഒരു 25 കാണും. അപ്പോ റൂം ക്ലീൻ ചെയ്യാനുള്ള പെർമിഷൻ തന്നു. ഈ ബോയ്സ് മഹാരാജിന്റെ അടുത്ത് ആരെയും പോകാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അവരെ മറികടന്ന് എനിക്ക് മഹാരാജനെ കാണാൻ വേണ്ടി മഹാരാജന്റെ കട്ടിലിന്റെ അടി കയറി ഒളിച്ചിരുന്നു. എന്ത് കുറെ നേരം ഇരുന്നു, മഹാരാജ് വന്നില്ല. മഹാരാജ് കൽക്കട്ടയിൽ എത്താൻ കുറച്ച് ലേറ്റ് ആയപ്പോ അവസാനം ഞാൻ കട്ടിലിന്റെ വെളിയിൽ നിന്നൊക്കെ ഇറങ്ങി പതുക്കെ മുറിയുടെ പുറത്തിറങ്ങി, നിവർത്തിയില്ലാതെ. അത് കഴിഞ്ഞ് മഹാരാജ് ഇങ്ങനെ പ്രസാദം കൊടുക്കുന്ന സമയത്ത് പ്രസാദം തന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഐ എം വെരി ഡിസ്പ്ലീസ്ഡ് വിത്ത് യു. പ്രഭാവി മഹാരാജി. എന്തിന്? അല്ല, അത് കാരണമുണ്ട്. അത് ഞാൻ ആ സമയത്ത് ഹോങ്കോങ്ങിൽ നിന്ന് ഒളിച്ചോടി മായപ്പൂർ പോയി 1.5 വർഷം താമസിച്ച സമയമാണ്. അപ്പൊ അച്ഛൻ ഒരുപാട് വിഷമിച്ചു. അപ്പൊ എന്നിട്ട് അതും കൂടെ പറഞ്ഞു, യുവർ ഫാദർ ശങ്കർഷൻ ദാസ് ഇസ് എ വെരി ഡിയർ ഡിസൈപ്പിൾ ഓഫ് മൈൻ ആൻഡ് യു ഹാവ് പെയിൻഡ് ഹിം എ ലോട്ട്, സോ ഐ എം വെരി ഡിസ്പ്ലീസ് വിത്ത് യു. അപ്പൊ ഇതൊക്കെ കട്ടനടിയും കൂടെ ഇരുന്നിരുന്നെങ്കിൽ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അവസ്ഥ പറയണ്ട. അത് കണ്ടുപിടിക്കാതെ പോയത് രക്ഷപ്പെട്ടു. ഹരി ഹരി ഹരി. വേറെ ആരെങ്കിലും എന്തെങ്കിലും? ഹരേ കൃഷ്ണ. ജസ്റ്റ് പ്രഭു പറഞ്ഞ ഒരു കാര്യം വളരെ ചിന്തിപ്പിച്ചു. അതായത് നമുക്ക് പുറത്തൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഓരോ ഡിവോട്ടീസ് തമ്മിലായാലും ഡിവോട്ടീസും ഭഗവാനും തമ്മിലായാലും ഉള്ള ഡീലിങ്സ് അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആണ്. ആ ഇൻവോൾവ് ആയവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പോൾ പുറത്തുനിന്ന് മൂന്നാമതൊരാൾക്ക് അത് നോക്കി ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അത് പാടില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് ഉറപ്പിക്കണം എന്ന് തോന്നി. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും പലപ്പോഴും പല മനസ്താപങ്ങളോ അപരാധങ്ങളോ ഒക്കെ ഉണ്ടാവുന്നത്. നമുക്കറിയാത്തൊരു കാര്യം അറിയാം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി എന്ന് വിചാരിച്ച് ജഡ്ജ് ചെയ്യാൻ പോകുന്നു. യെസ്, അത് സത്യമാണ്. പിന്നെ വേറൊരു കാര്യം, ഈ പറയുന്ന പോലെ ഭക്തി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഭഗവാന്റെ ഗിഫ്റ്റ് ആണല്ലോ, അല്ലേ? കൃഷ്ണ ബെസ്റ്റോസ് ഭക്തി എന്ന് പറയുന്ന പോലെ നമുക്ക് ഭഗവാന്റെ ഗിഫ്റ്റ് ആണ്. അപ്പോ നമുക്ക് ആ ഗിഫ്റ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം, അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും കാത്തിരിക്കണം.
ഭഗവാൻ സമയമാകുമ്പോഴേ തരുള്ളൂ അത്, അല്ലേ? പേഷ്യൻസ് വേണം. ഉത്സാഹാത് നിശ്ചയാത് ധൈര്യാത് തത്തത് കർമ്മ പ്രവർത്തനാത് എന്ന് പറയുന്ന ശ്ലോകം അനുസരിച്ച് നമ്മൾ ആ ഒരു ഗിഫ്റ്റ്, ഭഗവാനോടുള്ള അടുപ്പമായാലും ഭക്തന്മാരോടുള്ള അടുപ്പമായാലും അതൊക്കെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. ഭഗവാൻ സമയമാകുമ്പോൾ നമുക്കതൊരു ഗിഫ്റ്റായിട്ട് തരുന്നു. ആ ഗിഫ്റ്റിനെ നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ അത് നമുക്ക് കിട്ടുന്നു, റൈറ്റ്? അപ്പോൾ നമുക്കത് ഇപ്പം എനിക്ക് അത് ഇല്ല, അല്ലെങ്കിൽ എനിക്കത് ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിൽ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക, തീർച്ചയായിട്ടും അത് കിട്ടും. അല്ലാതെ മറ്റവൻ എന്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ ജഡ്ജ് ചെയ്യാനും അതിനെ വിലയിരുത്താനും അല്ലെങ്കിൽ അതിനെ കുറച്ച് കാണിക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോക്കസ് പോകും, അല്ലേ? സോ പരചർച്ച, പരനിന്ദ ബെറ്റർ ടു അവോയ്ഡ്. അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം. ഓക്കെ, ഇപ്പൊ ചില ഡിവോട്ടീസ് ഉണ്ട്, അവർക്ക് പെട്ടെന്ന്, നമ്മുടെയൊക്കെ പല സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ഉണ്ട്. ചില വ്യക്തികളൊക്കെ കാണുമ്പോൾ ആ സ്പിരിച്വൽ മാസ്റ്റർ, ചില സ്പിരിച്വൽ മാസ്റ്റേഴ്സ് വളരെ ക്ലോസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവർക്ക് ആ ഒരു ആനുകൂല്യം ഭഗവാൻ ആയിട്ട് കൊടുക്കുന്നു, അതവര് ആ ഒരു ആനന്ദം അനുഭവിക്കുന്നു. പക്ഷെ നമുക്കത് വേണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം ഭഗവാനോട്, നമ്മൾ പരിശ്രമിക്കണം. അല്ലാതെ മറ്റൊരാളുടെ അനുഗ്രഹത്തെ നമ്മൾ വിലയിരുത്താനോ വില കുറച്ച് കാണിക്കാനോ അല്ലെങ്കിൽ കട്ടെടുക്കാനോ ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല, അല്ലേ? അസൂയപ്പെടാൻ. അസൂയപ്പെടരുത്. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു വേറൊരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം നമ്മൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതിൽ നമുക്കൊരു നമ്മളുടെ നോർമൽ ലൈഫിൽ നമുക്കൊരു പെർഫെക്ഷനിസം എന്നൊരു പരിപാടി ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാവും, നമുക്കൊക്കെ ഉള്ള നമ്മളൊരു പെർഫെക്ഷനിസ്റ്റ് ആവുന്നു. അപ്പോ ഭൗതിക ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ വളരെ വൃത്തിയായി നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ബെഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ പറയും, നമ്മൾ വിചാരിക്കും ഇതാണ് ഞാൻ ഈ ചെയ്യുന്നതാണ് കറക്റ്റ്. അപ്പോ ഇതുപോലെ ചെയ്യുന്നത് അവരെ നമ്മൾ മാർക്ക് കൊടുക്കും. അപ്പൊ നമ്മളിപ്പോ ഈ ആധ്യാത്മികതയിൽ വരുമ്പോഴും നമ്മളിപ്പോ ഈ ഡിവോഷണൽ സർവീസിൽ വരുമ്പോഴും ഇത് നമ്മളുടെ അവിടെ അഫക്റ്റ് ചെയ്യും. അപ്പൊ നമ്മളൊരു ചിലപ്പോ ഒരു ശിക്ഷാ ഗുരുവിന്റെ ട്രെയിനിങ്ങിൽ വന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ, ഓരോരുത്തർ ശിക്ഷാ ഗുരു. അപ്പൊ നമ്മള് പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളൊരു കോൺഗ്രിഗേഷനിൽ വരുന്നത്, പല ഭാഗത്തു നിന്നായിരിക്കും നമ്മൾ ഡെവലപ്പായി വരുന്നത്. അപ്പൊ അതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പെർഫെക്റ്റ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മറ്റൊരാൾ ചെയ്യുന്നതിനെ അപ്പോഴാണ് നമ്മൾ വിമർശനം അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് പറയും. കാരണം നമുക്ക് തോന്നും ഞാൻ ആണ് ചെയ്യുന്നത് ശരി, മറ്റേ ആള് എന്തുകൊണ്ട് ഇതുപോലെ ചെയ്താലേ ഞാൻ അത് മാർക്ക് കൊടുക്കുക, ഇതുപോലെ ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ശരി നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ പോകുന്നില്ല എന്നുള്ളത്. ഇത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഞാൻ വിചാരിക്കും ഇങ്ങനെയല്ലല്ലോ, നമ്മളെ ഇങ്ങനെയല്ല പഠിപ്പിച്ചത്, അങ്ങനെയല്ല അവരങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ അത് തിരിച്ച് ചിന്തിച്ചു തുടങ്ങി, അതിൽ ഇടപെടണ്ട, കാരണം അതും ഒരു ശരിയായിരിക്കും, കാരണം അങ്ങനെ. അപ്പൊ ആ ഒരു തിരിച്ചറിവ് നമുക്ക് വരുത്താൻ പറ്റിയ നമുക്കത് സാധിക്കും. പക്ഷെ നാച്ചുറലി നമുക്ക് സംഭവിക്കുന്ന ഇതാണ്, നമ്മൾ പഠിച്ചെന്ത് വന്നോ അത് നമ്മൾ പെർഫെക്റ്റ് ആക്കി നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ അവിടെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആകും. അപ്പോഴാണ് നമ്മൾ ഇതുപോലെ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ അവിടെ നമ്മൾ അവരുടെ ബന്ധം എങ്ങനെയാണ്, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തി ഭഗവാനുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ആ രണ്ട് ഭക്തർ തമ്മിലുള്ള ബന്ധം, അതൊന്നും നമ്മളവിടെ ചിലപ്പോൾ നോക്കില്ല, ഈ ഒരു ചിന്തയുള്ളൂ എന്ന് എനിക്ക് തോന്നി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വളരെ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രഭു ഇപ്പോ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ഭക്തി ബൃഹത് ഭാഗവത മഹാരാജ് ഉണ്ട്, മുൻപും പറഞ്ഞിട്ടുണ്ട് മഹാരാജിനെ കുറിച്ച്. മഹാരാജ് ഒരു വൈഷ്ണവ ടിക്കറ്റ് കോഴ്സ് നടത്തുമ്പോൾ അതില് മഹാരാജിന്റെ മെയിൻ പോയിന്റ് ഇതായിരുന്നു: ഓൾവേസ് അപ്ലൈ പേഴ്സണലി. അതായത് നമ്മളിപ്പോ ഈ പഠിക്കുന്ന കാര്യങ്ങളും തത്വങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആർക്ക് വേണ്ടിയുള്ളതാണ്? നമുക്ക് എന്നുള്ളതിനെക്കാട്ടിൽ എനിക്ക് സോറി, റൈറ്റ്, എനിക്ക് വേണ്ടിയാണ്, അത് ഞാൻ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അതൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം,
ഇനി ഞാൻ ശരിയായിട്ട് തന്നെ ചെയ്യുന്നു. ഞാൻ നല്ല ശ്രദ്ധയോടെ 16 മാല ജപിക്കുന്നു. ഞാൻ എന്നും പെർഫെക്റ്റ് ആയിട്ട് രാവിലെ മംഗളാരത്തി അറ്റൻഡ് ചെയ്യുന്നു. എൻ്റെ വായനയൊക്കെ കറക്റ്റ് ദിവസവും എൻ്റെ സാധനാക്കാട് എപ്പോഴും 100-ന് 100 അടിച്ചു വരികയാണ്. ഭയങ്കര ട്രാക്ക് റെക്കോർഡാണ് എന്ന് പറയുമ്പോഴേക്കും വേറൊരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. അതിനാണ് യമുന മാതാജിയുടെ ഒരു ബുക്കുണ്ട് പ്രഭുപാദിനെ കുറിച്ച്. അതിനകത്ത് പറയുന്നുണ്ട് പ്രഭുപാദിന്റെ ഒരു വണ്ടർഫുൾ, എത്രയോ അത്ഭുത ഗുണങ്ങളുണ്ട്. അതിൽ ഒരു അത്ഭുത ഗുണം പ്രഭുപാദിന്റെ എന്ന് വെച്ചാൽ, ശ്രദ്ധിച്ച് കേൾക്കുക ഈ ഒരു വാക്ക്, പ്രഭുപാദ് വാസ് ഫ്രീ ഫ്രം സെൽഫ് റൈറ്റിയസ് ആങ്കർ. സെൽഫ് റൈറ്റിയസ് ആങ്കർ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ശരിയാണ്, പ്രഭുപാദ് ചെയ്യുന്ന അല്ല, ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യുന്നു, അത് ശരിയായിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഞാൻ ശരിയായിട്ട് ചെയ്യുന്നു, മറ്റൊരാളത് ശരിയായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ എനിക്ക് ദേഷ്യപ്പെടാനുള്ളൊരു പ്രവണത വരുന്നു, ഇല്ലേ? യെസ്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. മാറാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഉണ്ട്. കൂടുതലുണ്ടായിരുന്നു, ഇപ്പൊ ഇത്തിരി ഭേദപ്പെട്ടിട്ടുണ്ട്, എന്നാലും ഉണ്ട്. ഏ വേറെ ആർക്കും ഇല്ല? ഹരേ കൃഷ്ണ. എനിക്കില്ല ഉണ്ട് പ്രഭു, അങ്ങനെ ഒരു ഇല്ല. കുഴപ്പമില്ല. ഉണ്ട് പ്രഭു, ഉണ്ട് പ്രഭു, എപ്പോഴും ഉണ്ട് പ്രഭു. ഉണ്ട് ഉണ്ട്. അതുകൊണ്ട് എനിക്കില്ല, നമ്മൾ എനിക്ക് ഉറപ്പായിട്ടും ഇല്ല. ആർക്കാണ് ഇല്ലാത്തത്? എനിക്കില്ല. ആ, ഓക്കെ ഓക്കെ. അല്ല, അത് വേറൊരാൾക്ക് ശരി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ വേറൊരാൾ ശരി ചെയ്യുന്നില്ല എന്ന് കണ്ടിട്ട് ദേഷ്യം വരാറില്ല. അങ്ങനെയെങ്കിൽ രക്ഷപ്പെട്ടു ആ ഒരു പോയിന്റിൽ നിന്ന്. പക്ഷെ ഈ ഒരു സംഭവം ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക, മറ്റൊരാള് അത് തന്നെ ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ ചെയ്യണം എന്ന് നമുക്ക് ഉദ്ദേശിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങളൊക്കെ തപോലോകം, ജനോലോകം, സത്യലോകത്ത് നിന്നൊക്കെ വന്നവരാണ്. അപ്പോ ഹരേ കൃഷ്ണ, അതൊന്നും അല്ല പ്രഭുജി, സാധാരണ രീതിയിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അല്ല, വേറെ കുഴപ്പങ്ങളുണ്ടല്ലോ. ഈ കുഴപ്പം ഇല്ലാന്ന് വിചാരിച്ച് വേറെ ആവശ്യത്തിന് കുഴപ്പങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ കുഴപ്പമില്ല. ശരി ഓക്കെ. ദേവായി മാതാജി വളരെ ചെറുതിലെ ഇതുമായിട്ട് മിങ്കിൾ ചെയ്ത് പോയിട്ടാ. വളരെ ചെറുതിലെ നല്ല എക്സ്പീരിയൻസ് ആയി തുടങ്ങി. അല്ല, വലിയ വളരെ ചെറുതിലെ റെബല്യൻ ഉണ്ട് മനസ്സിൽ, അതുകൊണ്ടാണ്. അല്ല, ഞാനും ചെറുതിലെ തുടങ്ങിയതാണ്, അതുകൊണ്ട് കുറെ കാര്യങ്ങൾ അറിയാം. ഈ അറിയാന്നുള്ളതാണ് പ്രശ്നം. ഈ കറക്റ്റായിട്ട് കീർത്തനം ചെയ്യാത്തപ്പോ അതിന്റെ താളം തെറ്റുമ്പോ എനിക്ക് വരുന്നൊരു ദേഷ്യമുണ്ട്. അതാരും കാണാറില്ല, പക്ഷെ അതുകൊണ്ട് അതേപോലെ വേറെ പല കാര്യങ്ങളിലും റൈറ്റ്. അപ്പൊ ഇതിന്ന് ഹരേ കൃഷ്ണ പ്രഭു അത് പ്രകടിപ്പിക്കാറുണ്ട്. ഹർത്താളിൽ അടിക്കുമ്പോ അത് നിർത്തുമെന്ന് പറയാറുണ്ട്. ഞാൻ കാണാറുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹർത്താൾ അടിക്കണ്ട, നിർത്തിക്കോളൂന്ന്. ഹരേ കൃഷ്ണ. ശരി, ക്ഷമ ചോദിക്കാം എല്ലാവരോടും. അത് നാച്ചുറലാണ്, അത് സാധാരണ. താളം തെറ്റി കഴിഞ്ഞാൽ പിന്നെ പാടാൻ പറ്റില്ലല്ലോ. അത് അത്ര പ്രശ്നമല്ലല്ലോ പ്രഭു. അതൊരു പാട്ടിന്റെ ഇടയിൽ താളം, അതിനെ കുറിച്ച് പറയുന്ന പ്രശ്നമല്ല. മറ്റത് നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാത്ത രീതിയിൽ വരുമ്പോൾ ഉള്ള അത് വേറൊരു അങ്ങനെയല്ല. ആക്ഷൻ അല്ല പ്രശ്നം. അതല്ല പ്രശ്നം. ആക്ഷൻ അല്ല പ്രശ്നം. ആ സമയത്ത് ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പ്രശ്നം. പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം, വേറെ ആരും പറയണ്ട. റൈറ്റ്? ഞാൻ വലിയ പാട്ടുകാരൻ, ഞാൻ നല്ല കീർത്തനീയ എന്നൊരു ഭാവം വന്നിട്ട് അത് പറയുന്ന സമയത്ത് പോയി അത് അവിടെ. പിന്നെ ആ ചാൻറ്റിങ്ങിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട്. റൈറ്റ്? എനിവേ, ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പൊ നമുക്കൊക്കെ നോക്കിയാൽ ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ ഇതിന്റെ ഒരു പ്രവണത കാണാം. അപ്പൊ ഈ സെൽഫ് റൈറ്റിയസ് ആങ്കറിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതും ഒരു നമ്മുടെ അനർത്ഥ നിവൃത്തിയുടെ ഭാഗമാണ്. എളുപ്പമല്ല, പക്ഷെ ഇതൊക്കെ അനർത്ഥങ്ങളാണ്. ആൻഡ് പ്രഭുപാദ് വാസ് ഫ്രീ ഫ്രം സെൽഫ് റൈറ്റിയസ് ആങ്കർ എന്നാണ് യമുന മാതാജി പറയുന്നത്. റൈറ്റ്? പ്രഭുപാദ് ദേഷ്യപ്പെടാറുണ്ട്, പക്ഷെ സെൽഫ് റൈറ്റിയസ് ആയിട്ടുള്ള ഒരു ദേഷ്യമല്ല. ഞാനൊരു ഉത്തമാധികാരിയാണ്, ഞാൻ ഭക്തി 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു, നീയൊക്കെ ആര് എന്ന് പറയുന്ന രീതിയിലുള്ള ദേഷ്യമല്ല പ്രഭുപാദിന്റെ. അവര് തെറ്റ് ചെയ്യുന്നു, അവരെ തിരുത്തണം, അവരെ ആ തെറ്റ് തിരുത്തി അവർ ഇനിയും നല്ല ഭക്തന്മാരാകണം എന്നുള്ളൊരു സ്നേഹം ആ ദേഷ്യത്തിലൂടെ ഉണ്ടെന്നുള്ളത് അവർക്ക് സ്പഷ്ടമായിട്ട് കാണാൻ സാധിച്ചു. സി, എവിടെ സ്നേഹം നഷ്ടപ്പെടുന്നു അവിടെ നമുക്ക് അതിന്റെ ഒരു
എന്താണ് അപസ്വരം, ആ ഒരു ഭാവത്തിന്റെ, ആ ഒരു മൂഡിന്റെ ഒരു കുറവ് നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ്? ഇതിന്റെ ഓൺ ദ കോൺട്രറി പറയാതിരിക്കലും ഉണ്ടല്ലോ. ഇപ്പൊ ഈ സെൽഫ് റൈറ്റിയസ് ആങ്കർ പാടില്ല എന്നുള്ളൊരു ഇതില് ഞാൻ മറ്റൊരാളെ കറക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റൊരു ഭക്തൻ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ഇപ്പൊ കർത്താൽ അടിച്ചതായിക്കോട്ടെ, അത് പറയാതിരിക്കലും അനുകമ്പ ഇല്ലായ്മയാണ്. അതെ, പറയാതിരിക്കലും അനുകമ്പ ഇല്ലായ്മയാണ്. അത് നമ്മൾ മുമ്പ് ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കറക്റ്റ് ചെയ്യാനെന്നുള്ള നമുക്ക് അതോറിറ്റി ഉണ്ട്, നമുക്ക് റൈറ്റ് ഇത് ആറ്റിറ്റ്യൂഡും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റ് ചെയ്യുക തന്നെ വേണം. പക്ഷേ എന്താണ്, രണ്ടും വഴിയില്ല. നമ്മള് സെൽഫ് റൈറ്റിയസ് ആങ്കറോട് ഒരാളെ വഴക്ക് പറയുക എന്ന് പറയുന്നത് ഒരു ഭോഗ ഭാവമാവും. കറക്റ്റ് ചെയ്യാതിരിക്കുക, ഓ എനിക്ക് ഇതിൽ പെടാൻ താല്പര്യമില്ല, ഒന്നിന് ഞാൻ ചൂടാവും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും, ഞാൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗത്തിന്റെ ഭാവമാവും. ഭോഗവും പാടില്ല, ത്യാഗവും പാടില്ല, നമ്മൾ ഭക്തിയിലിരിക്കണം. അപ്പോൾ സെൽഫ് റൈറ്റിയസ് ആങ്കർ ഇല്ലാതെ നമ്മൾ കറക്റ്റ് ചെയ്യണം. എളുപ്പമല്ല, പക്ഷെ അതാണല്ലോ ഭക്തി എളുപ്പമാണെന്ന് പറഞ്ഞാണ് ആദ്യം ഇസ്കോണിലേക്ക് ഇവർ പറഞ്ഞ് നമ്മളെ അകത്തേക്ക് വിട്ടത്. പക്ഷെ അത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് വേണ്ടായിരുന്നു എന്നുള്ളത്. എളുപ്പമല്ല. പക്ഷെ കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മിണ്ടായിരിക്കും. അതെ, അത് ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് കാണാം. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയാലോ, ഇത് ബാക്കിയൊന്ന് തീർത്തേക്കാം. 251 ആ വിദ്യാർത്ഥി ഭയം മൂലം ഓടുകയാണ്. മഹാപ്രഭു പിന്തുടരുന്നു, പക്ഷെ ഭക്തന്മാർ ഒരു വിധത്തിൽ ഭഗവാനെ തടയുന്നു. 252 എന്ത് സംഭവിക്കുന്നു? ഓക്കെ, ഇത് ഈ വിദ്യാർത്ഥി ഒരു തെറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. റൈറ്റ്? ഒരു ചോദ്യം, അസ്ഥാനത്ത് ഒരു ചോദ്യം ചോദിച്ചു, അതൊരു തെറ്റാണ്. പക്ഷെ ഇപ്പോഴും എന്താ പറയാ, അത്ര വലിയൊരു അപരാധമൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഈ സ്ഥിതിയിൽ, അല്ലേ? പക്ഷെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നോക്കൂ, ഭക്തന്മാർ മഹാപ്രഭുവിനെ ശാന്തനാക്കി ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ആ വിദ്യാർത്ഥി മറ്റു വിദ്യാർത്ഥികളുടെ സഭയിലേക്ക് ഓടിപ്പോകുന്നു. 1000 വിദ്യാർത്ഥികൾ ഒരുമിച്ച് പഠിക്കുന്ന ഒരിടത്തേക്കാണ് ആ ബ്രാഹ്മണ വിദ്യാർത്ഥി പോയത്. അവരോട് അവൻ ഈ സംഭവം വിവരിച്ചു. ഓഫ്കോഴ്സ് ഇതിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ദ്വിജ എന്നുള്ള വാക്ക് ഒരു ശ്ലോക സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബ്രാഹ്മണർക്കായി ആണ് പാഠശാല വിദ്യാഭ്യാസം പ്രത്യേകം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ക്ഷത്രിയർക്ക് യുദ്ധതന്ത്രം, വൈശ്യർക്ക് വ്യാപാരം, അതൊക്കെ അവര് എന്താ പറയുക, ഒരു വൊക്കേഷണൽ, എന്തായാലും പറയുക, ഇപ്പൊ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുമല്ലോ, ഓരോ വൊക്കേഷൻസ്, എങ്ങനെയാണ് പറയുക, ഓരോ തൊഴിൽപരമായ വിദ്യാഭ്യാസം, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഈ വൊക്കേഷണൽ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ? വിദ്യാഭ്യാസം എന്ന് പറയുന്നതും ഒരു സ്കില്ല് പഠിക്കുക, ഒരു തൊഴിൽ പഠിക്കുക എന്ന് പറയുന്നതും, തൊഴിൽ പരിശീലനവും വിദ്യാഭ്യാസവും രണ്ടും ഒന്നല്ല. ആ പോയിന്റ് എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇപ്പൊ പുതിയൊരു ജോയിന്റ് ടേം ആയിട്ട് വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ തൊഴിൽ പരിശീലനമാണ്. എല്ലാ തൊഴിലിനെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അവിടെ. പക്ഷെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ് ആണ്, അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആണ് ടോട്ടലി. ഭഗവത്ഗീതയാണ് വിദ്യാഭ്യാസത്തിന്റെ ആദ്യത്തെ ABC ഓഫ് സ്പിരിച്വൽ നോളജ്, വിദ്യാഭ്യാസം. സോ ഇന്ന് അങ്ങനെയൊന്നുമല്ല. എല്ലാവരും വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കുന്നു. ഫലം എന്തായിരിക്കും ആർക്കും അറിയില്ല. ഒരേ സ്കൂളിലാണ് ഒരേ വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടുന്നത്. ഈ പഠിച്ചത് പലരും ഉപയോഗിക്കുന്നുമില്ല, അല്ലെ? ജഗസാക്ഷി പ്രഭുവിന്റെ ക്ലാസ് ഉണ്ടല്ലോ, സൈൻ തീറ്റയും കോസ് തീറ്റയും ആരും ഉപയോഗിച്ചു പഠിച്ചത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. സോ
ഉന്നത വിദ്യാഭ്യാസം എല്ലാവർക്കും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഇതും പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോയ സെക്രട്ടേറിയറ്റിൽ നിന്ന് എന്താ പറയാ, കണ്ണീർവാതകം കിട്ടും. കണ്ണീർവാതകം കിട്ടും. തന്നെയല്ല കൂടുതൽ വൈറലാവും. ആ അതാണ് അതിലും കഷ്ടം. അല്ല, വൈറലായാൽ നല്ലതാണ്, നമുക്ക് പിന്നെ ധൈര്യമായിട്ട് വിമർശിക്കാം. എന്തായാലും ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാങ്കേതിക വിദ്യാഭ്യാസം ലക്ഷ്യമാക്കരുത്. ഒരു സാങ്കേതിക വിദഗ്ധനെ ശരിയായ വിദ്യാഭ്യാസം സിദ്ധിച്ചവനെന്ന് യഥാർത്ഥത്തിൽ വിളിക്കാനാവില്ല. അതാണ് ഇവിടെ പറയുന്നത്. സാങ്കേതിക വിദഗ്ധൻ, അയാൾക്ക് ഇത് ചെയ്യാൻ അറിയാം, മറ്റൊന്ന് ചെയ്യാൻ അറിയാം, പക്ഷെ അതിനർത്ഥം അയാള് അഭ്യസ്ത വിദ്യനാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജ്ഞാനപ്പാനിൽ എന്ത് പറയുന്നത്? വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നിതു ചിലർ. സോ വിദ്യ എന്ന് പറയുന്നത് എന്താണ്? അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്, റൈറ്റ്? നോളജ് മീൻസ്, പ്രഭുപാദ് ഏത് ബുക്കിലാണ് എഴുതുന്നത്? നോളജ് മീൻസ് സെക്കൻഡ് ചാപ്റ്റർ ആണോ ഭഗവത്ഗീതയിലാണ് എഴുതുന്നത്? നോളജ് മീൻസ് നോളജ് ഓഫ് മാറ്റർ, സ്പിരിറ്റ് ആൻഡ് ദി കൺട്രോളർ ഓഫ് ബോത്ത് എന്ന് പറഞ്ഞ് ഒരു ഡെഫിനിഷൻ. അതോ 13-ാം അധ്യായത്തിലാണോ എന്ന് ഓർമ്മയില്ല. ഭഗവത്ഗീതയിൽ അറിവിന്റെ, ജ്ഞാനത്തിന്റെ നിർവചനത്തെ കുറിച്ച് പറയുന്നു. ഇതാണ് വിദ്യ, റൈറ്റ്? സോ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. സോ വൈദിക വിജ്ഞാനത്തിൽ പ്രാവീണ്യം നേടുകയും മറ്റുള്ള ബ്രാഹ്മണരെ അത് പഠിപ്പിക്കുകയുമാണ് ഒരു ബ്രാഹ്മണന്റെ ധർമ്മം. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ ശിഷ്യന്മാരെ യോഗ്യരായ ബ്രാഹ്മണരും വൈഷ്ണവരും ആകാൻ പഠിപ്പിക്കുന്നു. സോ അപ്പൊ ഈ ഒരു നോളജിന്റെ ആവശ്യം എന്താണ്? ഒരു ബ്രാഹ്മണന്റെ ആവശ്യം എന്താണ്? പ്രഭുപാദ് പറഞ്ഞു, നമ്മുടെ പ്രസ്ഥാനം ഐ എം ക്രിയേറ്റിംഗ് ബ്രാഹ്മണാസ് എന്ന് പ്രഭുപാദ് പറഞ്ഞു. ഈ പ്രസ്ഥാനത്തിലൂടെ ബ്രാഹ്മണന്മാരെയാണ് ഞങ്ങൾ സൃഷ്ടിക്കുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയരും വൈശ്യരും ഒക്കെ തന്നെത്താനെ വന്നോളും. നമുക്ക് പൂർണ്ണ സമൂഹം കൃഷ്ണാവബോധത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? ബ്രാഹ്മണരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സോ എന്തിനാണ് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ ബ്രാഹ്മണർക്ക്? ഹരേ കൃഷ്ണ പ്രഭു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇവരെല്ലാവരും അവരുടെ വീക്ഷണ രീതി വ്യത്യാസമുണ്ട് പ്രഭു. ബ്രാഹ്മണർ കാണുന്ന പോലെ ആയിരിക്കില്ല ക്ഷത്രിയർ കാണുന്നത്. വൈശ്യനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് എന്ത് ലാഭം കിട്ടും എന്നുള്ള ചിന്തയാണ് അവന് ഉണ്ടാവുന്നത്. ശൂദ്രനാണെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ആളാണ്. ആ വ്യത്യാസം എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പ്രഭുപാദ ബ്രാഹ്മണരെ കൂടുതൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ബ്രാഹ്മണൻ അത് ആ രീതിയിലായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുന്നത്. ക്ഷത്രിയനെ അങ്ങനെയല്ല, ഒരു ധിക്കാരത്തോടുകൂടി ചെയ്യാൻ ശ്രമിക്കും എന്ന് തോന്നുന്നു. ഹരകൃഷ്ണ. റൈറ്റ്. ഒരു മിനിറ്റ്, എനിക്ക് ഒറ്റൊരു മിനിറ്റ് തരിക, ഞാനൊന്ന് താഴേക്ക് പോയിട്ട് വരാം. സോറി. ഹരകൃഷ്ണ പ്രഭു, ഇതിലെ ഈ ഒരു സംഭവങ്ങളുള്ളോണ്ടേ രാജേഷ് പ്രഭു കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളാം. ഈ പ്രഭു പോയിരിക്കുന്ന ഒരു ബ്രേക്കിൽ 1-2 കാര്യം പറയാനായിരുന്നേ. അതായത് നമ്മൾ ഈ പുസ്തകങ്ങള് കേരളത്തില്, അത് ചൈതന്യ ചരിതാമൃതം എനിക്ക് ഇത്രത്തോളം ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഇത്രയും വിപ്ലവം വരില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഈ ഹയർ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉള്ളതല്ല, വിദ്യാഭ്യാസം എല്ലാവർക്കും ഉള്ളതല്ല, അല്ലെങ്കിൽ ഈ ബ്രാഹ്മണന്റെ സ്ഥാനത്തെ കുറിച്ചൊക്കെ ഇതൊക്കെ കേരളത്തിൽ നമ്മൾ പ്രചാരം ചെയ്യുമ്പോഴോ
അല്ലെങ്കിൽ നമ്മളിപ്പോ ലൈബ്രറികളിലോ കോളേജ് ലൈബ്രറികളിൽ വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്റെ മനസ്സിലുള്ളൊരു ഭയമാണ്, ചില സ്ഥലത്ത് മുസ്ലിംസ് അങ്ങനത്തെയൊക്കെ ഇതുണ്ടല്ലോ, റെഫറൻസ് ഉണ്ടല്ലോ, ഇത് വായിച്ചിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവോ അതിൽ നിന്നുള്ളൊരു സംശയം തോന്നിയിട്ടുണ്ട്. ശരൺമുഖി മജീനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാമോ? ഒരു ഫിയർ ചിലപ്പോ തോന്നാറുണ്ട്, ഇത് നമ്മള് ലൈബ്രറീസിൽ വെച്ചാലോ അല്ലെങ്കിൽ അതെ ഇത് എടുത്ത് വായിക്കുമ്പോഴേ ഇതിനകത്ത് കുറെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ. പിന്നെ ബ്രാഹ്മണരുടെ കാര്യം പറയുമ്പോ അത് അവർ മുഴുവൻ വായിക്കില്ലല്ലോ, മുഴുവൻ വായിച്ചാലല്ലേ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുള്ളൂ. അത് വായിക്കാണ്ട് ഈ ഒരു ഭാവാർത്ഥം 253 ഭാവാർത്ഥം പോലെയൊക്കെ കാണുമ്പോ അതെ ഇതൊക്കെ ഭയങ്കര ഇത് വായിച്ചു വലിയ വിഷയമാവും, വലിയ മാതാജി വിഷയം. പറഞ്ഞത് ശരിയാണ്. ഇന്നത്തെ നാട്ടിലെ സാഹചര്യം വെച്ച് യെസ് അതെല്ലാം പ്രശ്നങ്ങളാണ്. കാരണം അതിനേക്കാൾ ചെറിയ കാര്യങ്ങളൊക്കെ പ്രതികരണം ഉണ്ടായിന്ന് വരാം. അതെ 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 അതെ. പക്ഷെ മാതാജി ഒരു മിനിറ്റ്, ഞങ്ങള് ഈ മുസ്ലിം സ്കൂളിലും മുസ്ലിം കോളേജിലും ക്രിസ്ത്യൻ സ്കൂളിലും ഒക്കെ തന്നെ ഞങ്ങൾ ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീത ഒരു സെറ്റ് ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റ് കൊണ്ടുകൊടുത്ത് അവര് സന്തോഷമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മുസ്ലിം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് ഇന്ന കാര്യമാണ്. അതിനെന്താ, അത് നോളജ് അല്ലേ, അറിവല്ലേ, ഇത് എല്ലാവർക്കും ആവാലോ എന്ന് പറഞ്ഞ് അവര് വാങ്ങിച്ചു വെച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് പിന്നീട് വായിച്ചിട്ട് എങ്ങനെ ചോദിച്ചാൽ അറിയില്ല. ഹരേ കൃഷ്ണ. ക്രിസ്ത്യൻസും അക്സെപ്റ്റ് ചെയ്യും, ക്രിസ്ത്യൻസ് നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, പ്രഭു എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് കേട്ടു പറഞ്ഞ വിഷയം. ആക്ച്വലി നമ്മുടെ ഈ ഡിസ്കഷനുമായിട്ട് തന്നെ ബന്ധപ്പെട്ട കാര്യമാണ് അത് പറഞ്ഞത്. ചാതുർവർണ്ണയങ്ങൾ ആവശ്യമുണ്ട് ലോകത്തിൽ, അല്ലെ? ഭഗവാൻ പറയുന്നു ചാതുർവർണ്ണയങ്ങൾ ആവശ്യമുണ്ട്. നമ്മള് ഇങ്ങനെ നമുക്കതിനെ കാണാം. നമ്മൾ ഏതൊരു സംഘടന എടുത്താലും അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനമാവാം, സംഘടനയാവാം, ഒരു കമ്പനി ആവാം, ഈവൻ ഒരു വീടോ ഹോട്ടലോ എന്തോ ആയിക്കോട്ടെ, അത് നടത്തണമെങ്കിൽ 4 കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന് ലീഡർഷിപ്പ്, നേതൃത്വം വേണ്ടേ? ഇതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനി നടത്തുക, ഒരു പുതിയൊരു കമ്പനി തുടങ്ങുകയാണ് നമ്മൾ. അപ്പൊ ആ കമ്പനിയെ കുറിച്ച് വിഭാവനം ചെയ്യുക, അതിനെക്കുറിച്ചൊരു വിഷൻ ഉണ്ടാക്കുക, എന്തിനാണ് നമ്മൾ നിലനിൽക്കുന്നത് ഒരു സ്ഥാപനമായിട്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു സ്കൂള് തുടങ്ങുന്ന ചില ആൾക്കാർ സ്കൂളുകൾ തുടങ്ങാറുണ്ട്, റൈറ്റ്? അപ്പൊ ആ സ്കൂൾ തുടങ്ങുമ്പോൾ നമ്മുടെ സ്കൂളിന് എന്താണ് ഒരു പ്രത്യേകത, നമ്മൾ എന്ത് വാല്യൂസ്, എന്ത് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ പോകുന്നത്. ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു വീക്ഷണമുള്ള, ഒരു വിഷനുള്ള ലീഡർഷിപ്പ് ആവശ്യമുണ്ടോ? ആവശ്യം. അതുകൊണ്ടാണ് ഇതിന് നേതൃത്വം എന്ന് പറയുന്നത്. നേതൃത്വം, നേത്രം എന്ന് പറഞ്ഞാൽ കണ്ണ്, അല്ലെ? നേതൃത്വം എന്ന് പറഞ്ഞാല് കണ്ണായിട്ട് പ്രവർത്തിക്കാൻ, വിഷനോടെ പ്രവർത്തിക്കാനുള്ളൊരു നേതൃത്വം ആവശ്യമുണ്ട്. ഫസ്റ്റ് പോയിന്റ്. ലീഡർഷിപ്പ് മാത്രം മതിയോ? പോരാ, ഒന്നും നടക്കില്ല. വിഷനോടെ അതവിടെ നിൽക്കും. അത് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് മാനേജ്മെന്റ് വേണം, നടത്തിപ്പ് വേണം അതിന്, റൈറ്റ്? നടത്തി അത് ആക്ഷനിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് കാറ്റിൽ എങ്ങനെ നിൽക്കും. അതിന് നടത്തിപ്പ് ആവശ്യമുണ്ട്. അതിന് ലീഡർഷിപ്പ്, നേതൃത്വം, മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നിർവഹണം, റൈറ്റ്? നിർവഹണം ആവശ്യമുണ്ട്. അപ്പൊ അതിനാണ് ക്ഷത്രിയന്മാർ നമുക്ക് വേണ്ടത്. ബ്രാഹ്മണര് ലീഡർഷിപ്പ് കൊടുക്കുന്നു, ക്ഷത്രിയന്മാർ മാനേജ്മെന്റ്, നിർവഹണം ചെയ്യുന്നു. ഇനി ഇത്രയും മാത്രം മതിയോ? നേതൃത്വമായി, നിർവഹണമായി. പക്ഷെ സാധനങ്ങൾ വേണ്ടേ? റിസോഴ്സസ് വേണ്ടേ? എന്താണ്? സംഘടനം, റൈറ്റ്? ആ സാധനങ്ങളൊക്കെ സ്വരൂപിക്കലും അതിന് വേണ്ടുന്ന ഇതൊക്കെ വേണമല്ലോ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? കോർഡിനേഷൻ അല്ല, കോർഡിനേഷൻ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ വരും. നമുക്ക് വേണമെങ്കിൽ റിസോഴ്സസ് എന്ന് തന്നെ പറയാം. റിസോഴ്സസ് വേണം നമുക്ക്, റൈറ്റ്? നമ്മളിപ്പോ ഭക്തന്മാർക്കാണെങ്കിലും റിസോഴ്സസ് ആവശ്യമുണ്ട്, അല്ലെ? നമ്മളൊരു രഥയാത്ര നടത്തണമെങ്കിൽ റിസോഴ്സസ് വേണ്ടേ? പൈസ വേണ്ടേ? എല്ലാം വേണമല്ലോ. അപ്പൊ പൈസ മാത്രമല്ല, നമുക്ക് വസ്തുക്കൾ വേണം. ഒന്നുമില്ല, നമ്മള്
കിച്ചണിൽ പോയിട്ട് നമ്മളെല്ലാം ഉണ്ട്, കുക്കറിന്റെ വെയിറ്റ് കണ്ടില്ലെങ്കിൽ നമ്മുടെ പാചകം പ്രശ്നമാവില്ലേ? ഇന്ന് സംഭവിച്ചാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അവസാനം കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാറ്റിനും വേണം, റൈറ്റ്? അപ്പോൾ റിസോഴ്സസ് ആവശ്യമുണ്ട്. റിസോഴ്സസ് ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? വൈശ്യന്മാർ. ഇനി ഇനി ഇത് മാത്രം പോരാ, ഇത് ചെയ്യാനുള്ള ലേബർ സപ്പോർട്ട് വേണം. സോ ലീഡർഷിപ്പ് വേണം, മാനേജ്മെന്റ് വേണം, റിസോഴ്സസ് വേണം, സപ്പോർട്ട് വേണം. അപ്പോൾ ഈ 4 ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷെ അതേസമയം ഇതിൽ ആദ്യം എന്താണ് വേണ്ടത്? വിഷനാണ് ആദ്യം വരുന്നത്. ഒന്ന് മറ്റൊന്നിനേക്കാളും പ്രധാനമെന്ന് നമ്മൾ പറയുന്നില്ല, റൈറ്റ്? ഒന്ന് മറ്റൊന്നിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല, പറയാൻ പറ്റില്ല, റൈറ്റ്? അത് വൈദിക സംസ്കാരത്തിൽ അങ്ങനെ ഒരു വിവേചനം ഇല്ലതാൻ. പക്ഷെ അതേസമയം ഒന്നിനു മുൻപ് മറ്റൊന്ന് വരണം എന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയുന്നുണ്ട്. എങ്ങനെ പറയാ? എഞ്ചിൻ വേണം, ബോഗി ആവശ്യമുണ്ട്. പക്ഷെ എഞ്ചിൻ ഫ്രണ്ടിൽ ഇരിക്കണം, ബോഗി ബാക്കിലിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ കാർട്ട് ബിഫോർ ദി ഹോഴ്സ്, എന്താണ് ഹോഴ്സ് ബിഫോർ ദി കാർട്ട് എന്ന് പറയുന്നത്? കുതിര ആവശ്യമുണ്ട്, കുതിര വണ്ടി ആവശ്യമുണ്ട്. പക്ഷെ വണ്ടി കുതിരയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. കുതിര മുന്നിൽ നിൽക്കണം, അല്ലേ? എന്ന് പറയുന്നത് പോലെ നേതൃത്വം പ്രധാനമാണ്. അതിനുവേണ്ടിയാണ് പ്രഭുപാദ് ആദ്യം പറഞ്ഞത്, സമൂഹത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ബ്രാഹ്മണർ ആവശ്യമുണ്ട്. ജന്മം കൊണ്ടല്ല, ജന്മം കൊണ്ട് മാത്രമല്ല, എന്താണ് മറ്റു കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ള അതിനൊരു വിദ്യാഭ്യാസം ആവശ്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇവിടെ, ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കാം, പക്ഷെ ഇത് പ്രധാന കാര്യമാണ്. അതാണ് പ്രഭാവി മാതാജി ചോദിച്ചതിനുള്ള ഒരു മേ ബി ഉത്തരവെന്ന് പറയുന്നില്ല, ഒരു ചിന്തിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. പ്രഭുപാദ് എഴുതിയ ഫസ്റ്റ് സെന്റൻസ്, ഉന്നത വിദ്യാഭ്യാസം എല്ലാവർക്കും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഒരു ഹെവി സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലേ? സമത്വത്തിനെ, എല്ലാവരുടെയും എന്താണ് റൈറ്റ് ടു ഈക്വാലിറ്റി, എന്താ പറയാ, നമ്മുടെ എല്ലാവരുടെ പൗരാവകാശമാണല്ലോ, എല്ലാവർക്കും ഹ്യൂമൻ റൈറ്റ്സ്. എല്ലാവർക്കും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നു പ്രഭുപാദ് എല്ലാവർക്കും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അല്ല എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ് പ്രഭുപാദ് അങ്ങനെ പറയുന്നത്? യോഗ്യതയില്ലാത്തയിടത്ത് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയായ രീതിക്കായിരിക്കില്ല പ്രയോജനപ്പെടുത്തുന്നത്. ശരിയായ രീതിക്കായിരിക്കില്ല പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ടാണ് കൺസ്ട്രക്റ്റീവ് ആവുന്നതിന് പകരം ഡിസ്ട്രക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് ഏകലവ്യന്റെ കറക്റ്റ് ആയൊരു ഉദാഹരണമാണ് അവിടെ, അല്ലെ? ആ വ്യക്തിക്ക് ശൂദ്ര മെന്റാലിറ്റി ഉള്ള ഒരാള് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമാണ്. ആക്ച്വലി ഒരു പ്രോപ്പർ ഡിസൈപ്പിൾ പറഞ്ഞതാണ്, വളരെ ഒരു ഹെവി സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ പ്രോപ്പർ ഡിസൈപ്പിൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ ഏറ്റു പറയുന്നു എന്നേ ഉള്ളൂ. ഈവൻ പ്രഭുപാദ്സ് ബുക്സ്, റൈറ്റ്? പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാവരും വായിക്കുന്നുണ്ട്, എല്ലാവരും വായിക്കുക തന്നെ വേണം. പക്ഷേ അത് ശരിക്കും മനസ്സിലാക്കാനും ഒരു പക്വതയോടെ ഉൾക്കൊണ്ട് അതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കി അതിനെ ശരിയാവണ്ണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റാത്ത വ്യക്തി, അവര് സ്വയം വായിക്കാം, പക്ഷെ അവര് ഒരു യോഗ്യതയില്ലാതെ ചുമ്മാ ഇരുന്ന് ക്ലാസ് എടുക്കരുത് എന്ന് ഒരു പ്രോപ്പർ ഡിസൈപ്പിൾ പറഞ്ഞു. ഹെവി സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? പുറത്ത് പറഞ്ഞാൽ അടി കിട്ടും. പക്ഷെ കാര്യം പ്രത്യേകിച്ച് ഇന്ന് ഒരു സൂം ഓൺ ചെയ്ത് ആർക്കും എന്തും പറയാം, അതുകൊണ്ടൊരു പ്രശ്നമേ അല്ല ഇന്ന്. പക്ഷെ എന്നാലും പറയുന്നു, ആ പ്രഭുപാദ് ഡിസൈപ്പിള് അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. പ്രഭുപാദ് പറയാത്ത കാര്യങ്ങൾ പ്രഭുപാദിന്റെ മൂഡിൽ നിന്ന് വളരെ വ്യതിചലിച്ചുകൊണ്ട് പ്രഭുപാദിന്റെ പുസ്തകങ്ങളെ തന്നെ തെറ്റായി മനസ്സിലാക്കിയ ശേഷം ഇതാണല്ലോ കാര്യം, തെറ്റായി മനസ്സിലാക്കിയിട്ട് ഇതാണ് ശരിയെന്ന് 100% ഉറപ്പോടെ അവർ വിളംബരം ചെയ്യും. അത് കേൾക്കുന്നവർക്കും ഒരു തെറ്റായ ധാരണ വരും, റൈറ്റ്? സോ അതുകൊണ്ട് നമുക്കിതിനൊരു ഫിൽട്ടറോ ഒരു സെൻസറിങ് ബോർഡൊന്നും ഇല്ല. നമുക്ക് പ്രഭുപാദിന്റെ എന്താണ് എല്ലാവരും പ്രീച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇത് ഒരു പോയിന്റാണ്. മീൻസ് എല്ലാവരും എല്ലാം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഉദ്ദേശിച്ച ആ ഒരു മൂടൻ മിഷൻ മാറിപ്പോവാൻ നല്ല സാധ്യതകളുണ്ട്. അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടുമുണ്ട്. പറയുന്നതുകൊണ്ട്
വിഷമം തോന്നരുത്, പക്ഷേ സത്യമായതുകൊണ്ട് പറയാതിരിക്കാനും വയ്യ, അല്ലേ? വെരി ട്രൂ. കറക്റ്റ്. അതിനർത്ഥം അത് എന്താണ്, ചിലർക്കത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ട് മറ്റുള്ളവരൊക്കെ താഴ്ന്നവരാണെന്ന് പറയാം. അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലേ? ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ പറയുന്ന ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അവിടെ പോയിട്ട് പലപ്പോഴും സംഭവിക്കാറുണ്ട്, ഒരു ടയർ പഞ്ചറായാലും മാറ്റാൻ അയാൾക്ക് അറിയില്ല. ഒരു ഗ്യാസ് മാറ്റിയിടാൻ ചിലപ്പോൾ അറിയില്ല, ഗ്യാസ് സിലിണ്ടർ മാറ്റാൻ അറിയില്ല. പണ്ഡിതനായിട്ട് എന്ത് കാര്യം? മറ്റേ തോണിക്കാരന്റെ കഥ പറഞ്ഞ പോലെ, അല്ലെ? നീന്താൻ അറിയില്ല, മുങ്ങിപ്പോയി. ഇപ്പൊ എന്ന് പറയുന്ന പോലെ എല്ലാ അറിവും പ്രധാനം തന്നെയാണ്. പക്ഷെ അതേസമയം നേതൃത്വം കൊടുക്കേണ്ടത് വളരെ, എന്താ പറയുക, ആ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. ആ ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആർക്കും സംഭവിക്കാം. മൂക്കം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം, റൈറ്റ്? അപ്പൊ ഇന്ന ആൾക്ക് സംഭവിക്കാൻ പാടില്ല എന്നില്ല, ആർക്ക് വേണമെങ്കിൽ അതിലേക്ക് വരാം, അത് ഭഗവാന്റെ കാരുണ്യം. പക്ഷെ എന്നാലും അവിടെയും ഈ അധികാരത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എനിക്കത് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ? നമ്മൾ സ്വയം എത്രത്തോളം എനിക്ക് പറയാൻ അധികാരം ഉണ്ടെന്നുള്ളത് നമ്മൾ സ്വയം നമുക്കൊരു തിരിച്ചറിവ് ആവശ്യമുണ്ട്, റൈറ്റ്? Obviously, it's different levels of preaching, right? ഒരു ലെവലിൽ പറയാമല്ലോ, ഹയർ ലെവലിൽ പറയാൻ പറ്റില്ലെങ്കിലും ഒരു യു ക്യാൻ ഓൾവേസ് ടീച്ച്, ജപിക്കാൻ പറഞ്ഞു കൊടുക്കാം. സോ ദാറ്റ്സ് എല്ലാ ലെവലിലും പ്രീച്ചിങ് പോസിബിൾ ആണ്. തീർച്ചയായിട്ടും അത് നല്ലൊരു പോയിന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കുന്ന ആള് പിന്നെ ഷുഡ് ഹാവ് ദ ഇന്റലിജൻസ് ടു ഗോ ഹയർ ഇഫ് നീഡഡ്. ആരിൽ നിന്ന് പഠിക്കുന്നു, എവിടെ നിന്ന് പഠിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ. അത് ഒരു ഇന്റലിജൻസ് സ്വീകരിക്കുന്ന ആൾക്കും വേണമല്ലോ. സോ ദാറ്റ് ഇസ് എക്സാക്ട്ലി. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ അധികാരം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് ഡിസ്കസ് ചെയ്തത്. നമുക്ക് എന്താണ് നമ്മുടെ യോഗ്യതയെന്നും നമ്മുടെ യോഗ്യതയുടെ എന്താ പറയാ ബൗണ്ടറി എന്നുള്ള ഒരു സെൻസ് നമുക്ക് തന്നെ വേണം, റൈറ്റ്? അത് ബന്ധങ്ങളുടെ കാര്യത്തിലായാലും നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ അല്ലെങ്കിൽ നമ്മൾ സേവനങ്ങൾ ചെയ്യുന്നതിന്റെ കാര്യത്തിലായാലും നമുക്ക് ഒരു സെൻസ് വേണം. ഓക്കെ, എന്നെ കൊണ്ട് ഭഗവാൻ എനിക്കിതാണ് ഇപ്പൊ തന്നിരിക്കുന്നത്, അത് കൂടുകയോ കുറയുകയോ ചെയ്യുക, അത് ഭഗവാന്റെ കയ്യിലുണ്ട്. ബട്ട് നമ്മൾ നമ്മുടെ എന്താ പറയാ നമ്മുടെ സ്ഥിതി അറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയാ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, റൈറ്റ്? നമ്മുടെ പരിമിതികളും അറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഇറ്റ്സ് വെരി വണ്ടർഫുൾ. ഇമ്പോസിബിൾ ഇസ് എ വേർഡ് ഇൻ എ ഫൂൾസ് ഡിക്ഷണറി എന്നും പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. ഇമ്പോസിബിൾ ഇസ് എ വേർഡ് ഇൻ എ ഫൂൾസ് ഡിക്ഷണറി എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം എന്താ പറയാ അതാണ് എക്സാക്ട്ലി ഇപ്പൊ അജിത മാതാജി പറഞ്ഞ പോലെ സ്ഥാനേ സ്ഥിത, റൈറ്റ്? നമുക്ക് വി ക്യാൻ ബി സംതിങ് എൽസ്. എന്താണ് മറ്റേ ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്ന പോലെയും ഇമ്പോസിബിൾ ഇസ് എന്താണ്, ത്രിശങ്കുവിന് സ്വർഗത്തിലേക്ക് പോകാൻ അദ്ദേഹം ശ്രമിച്ചു, റൈറ്റ്? ശരിയായ രീതിയിലല്ല ശ്രമിച്ചത്. ഭഗവാനോട് ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠത്തിലേ പോകാമായിരുന്നു, എന്തിനു സ്വർഗം, റൈറ്റ്? ബട്ട് ഇരുന്നാലും പലപ്പോഴും ഒരു എന്താ പറയാ ഭക്തി ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. മറ്റൊരു കാര്യം അതാണ്, നമ്മുടെ ഈ പറയുന്ന ബൗണ്ടറീസിനൊന്നും ഭക്തി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊന്നും ഭക്തിക്ക് തടസ്സമാവുന്നില്ല. അതേസമയം നമ്മൾ സമൂഹത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ പറയുന്ന അധികാരം എന്ന് പറയുന്നത് ഇറ്റ്സ് മോർസ് ടു ഡു വിത്ത് സൊസൈറ്റി, റൈറ്റ്? അത് നമ്മൾ അറിഞ്ഞ് പ്രവർത്തിച്ചാൽ നന്നായിരിക്കും. എനിവേ ഇറ്റ്സ് എന്താ പറയാ അത്ര ഒരു സിമ്പിൾ ടോപ്പിക് അല്ല. അതുകൊണ്ട് നമുക്കിത് ചർച്ച ഒരിക്കലും എന്താ പറയാ കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മൾ കൺഫ്യൂസ് ആകുന്നതിന് പകരം കുറച്ച് ക്ലാരിറ്റി വന്നാൽ അത്രയും നല്ലത്. അല്ലാതെ കൺഫ്യൂസ് ചെയ്യാനുള്ള ഉദ്ദേശം ആയിരുന്നില്ല. എല്ലാവരുടെ ഒരു സൈലൻസ് കണ്ടിട്ട് പറഞ്ഞോളൂ പ്ലീസ് പറയൂ. പറയണുണ്ടോ? അല്ല, ഞാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് നമ്മൾ വിട്ടു. ശ്രീല മഹാപ്രഭു സന്യാസം സ്വീകരിക്കാനായിട്ട് ഒരു തീരുമാനം എടുത്ത് അത് പ്രഭു പറഞ്ഞില്ല. ആ പോയിന്റ് അവിടേക്ക് വരികയാണ് പ്രഭു. നമ്മൾ അത് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് വായിക്കാൻ സമയമായി എന്നറിയാം. 254 ഈ സംഭവം കേട്ട വിദ്യാർത്ഥികൾ അത്യന്തം കുപിതരാവുകയും ഒത്തുചേർന്ന് മഹാപ്രഭുവിനെ വിമർശിക്കുകയും ചെയ്തു. ഇവിടെയാണ് അപരാധം
ആക്ച്വലി തുടങ്ങുന്നത് അല്ലെ. മറ്റേതൊരു ചോദ്യം ചോദിച്ചു, അസ്ഥാനത്തൊരു ചോദ്യമായി. മഹാപ്രഭു അങ്ങനെ അതിനൊരു അതൃപ്തി പ്രകടിപ്പിച്ചു, വടിയെടുത്ത് ചേസ് ചെയ്ത സമയത്ത് ആ ശിഷ്യൻ സോറി എന്ന് പറഞ്ഞിരുന്ന ഈ കഥ മുഴുവൻ തീർന്നേനെ അല്ലെ. ഒരു പ്രശ്നമില്ലാതെ ഭംഗിയായിട്ട് അവസാനിച്ചേനെ. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ആ വിദ്യാർത്ഥി പോയിട്ട് മറ്റു വിദ്യാർത്ഥികളോട് കൂടി ഒരു എന്താണ് പറയാ, ഒരു എതിർകക്ഷി ഉണ്ടാക്കിയെടുക്കുകയാണ്, വിമർശിക്കുന്നു. പിന്നെ 255 പറയുന്നു, നിമായി പണ്ഡിതൻ എന്ന ഏക വ്യക്തി ദേശത്തെ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണനെ പ്രഹരിക്കണമത്രേ, ധാർമ്മിക തത്വങ്ങളോട് യാതൊരു ഭയവുമില്ല, അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഇത്തരം അക്രമങ്ങൾ ഉണ്ടായാൽ നാം തിരിച്ചടിച്ച് പകരം വീട്ടുക തന്നെ ചെയ്യും. ഉടനെ കൊടിയെടുത്തു അവര് അല്ലെ, കൊടി പിടിച്ചു. നമ്മെ ഈ വിധം തടയാൻ തക്കതായ എന്ത് വിശേഷാൽ പ്രാധാന്യമാണ് ഇദ്ദേഹത്തിനുള്ളത്? ഇപ്രകാരം ചൈതന്യ മഹാപ്രഭുവിനെ വിമർശിക്കും വിധം തീരുമാനമെടുത്ത വിദ്യാർത്ഥികൾക്കെല്ലാം ബുദ്ധിനാശം സംഭവിച്ചു. അവർ പണ്ഡിതന്മാരായിരുന്നെങ്കിലും ഈ അപരാധം നിമിത്തം അറിവിന്റെ അന്തസ്സത്ത അവരിൽ പ്രകാശിച്ചില്ല എന്ന് പറയുന്നു. സോ അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം അല്ലേ, ലേറ്റ് ആയി. 259 മുതൽ ഇനി ചൈതന്യ മഹാപ്രഭു സന്യാസം എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. സോ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. നമ്മളിപ്പോ പറഞ്ഞത് സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ അല്ലെ. മറ്റൊരാളാവാൻ നമ്മൾ ശ്രമിക്കേണ്ട, മറ്റൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളിൽ തന്നെ വർക്ക് ചെയ്യുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ പരിമിതികൾക്കും രണ്ടും ഉണ്ടല്ലോ, നമുക്ക് കഴിവുകളുണ്ട്, പരിമിതികളും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി അതിനകത്ത് നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, സിംപ്ലിസിറ്റി, റൈറ്റ്, സരളത, ആ ഒരു സിമ്പിൾ ഹാർട്ട് ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഭഗവാൻ നമുക്ക് സമയമാവുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്ത് തരും അല്ലേ. അത്രേ ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഹരേ കൃഷ്ണ. ഗോപാൽ പ്രഭു കി ജയ്. ജയ്. നിർത്താലോ അല്ലേ. മേ ബി ഈ ഒരു ഇതും കൂടെ ഞാൻ ഇട്ടേക്കാം ഈ ചാറ്റില്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ഒരു ഫേവററ്റ് കോട്ടുണ്ട്. സരളത യഹി വൈഷ്ണവത, സിംപ്ലിസിറ്റി ഈസ് വൈഷ്ണവ്സ്. നമ്മൾ സിമ്പിൾ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ അകമേ നേർമയുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കും, റൈറ്റ്. മൃഗാരിയുടെ കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു. അതാണ് ആക്ച്വലി മൃഗാരി വളരെ സിമ്പിൾ ഹാർട്ടഡ് ആയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ മൃഗാരിക്ക് കറക്റ്റായിട്ട് ഭഗവാൻ ഉള്ളിൽ നിന്ന് തന്നെ പ്രേരണ തന്ന ഒരു ഇൻറ്റ്യൂഷൻ വഴി ഇതൊക്കെ പഠിച്ചു, റൈറ്റ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. വാഞ്ചാകൽപതരുഭ്യശ്ച വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരുദേവ് കി ജയ്. നിതാഗുരു പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഈ ലാസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സിമ്പിൾ ആയിട്ടിരുന്ന് നമ്മൾ ചെയ്യേണ്ടത് ഭക്തി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് അധികാരം എന്നുള്ളത് കല്ലിൽ കൊത്തിവെച്ചൊരു കാര്യമല്ല അല്ലേ. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അധികാരം കൂടുതൽ എന്താണ് ഭഗവാനോടും ഭക്തന്മാരോടും ഇടപഴകാനുള്ള അധികാരം വർദ്ധിച്ചു വരും ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, റൈറ്റ്. മേലെ ഭക്തി. അതെ. സോ ഭക്തി ഈസ് ദി അൾട്ടിമേറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു.